ക്ഷേമ പെൻഷൻ 2 കൂടി കേരളത്തിൽ അനുവദിക്കുന്നു. 1604 കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ. വെള്ളിയാഴ്ച വിതരണം തുടങ്ങും. 62 ലക്ഷത്തോളം പേർക്ക് 3200 രൂപ വീതമാണ് ലഭിക്കുക. വിവരങ്ങളുമായി ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ഷീജ ചേരുന്നു. ഷീജ, ഒപ്പമുണ്ട് സർക്കാർ എന്നത് തന്നെയാണ് ബോധ്യമാകുന്നത്. ഒപ്പമുണ്ട് സർക്കാർ. 2 ഗഡുവാണ് ഈ സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ ഇടയിൽ. തീർച്ചയായും അജിംഷാദ്, ഏതായാലും ഈ സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും കൃത്യമായ രീതിയിൽ തന്നെ സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷൻ നൽകി വരുന്നു എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. കാരണം കഴിഞ്ഞ ഈ സാമ്പത്തിക വർഷത്തിന്റെ തുടക്കം മുതൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഒരു മാസം പോലും ഈ പെൻഷൻ വിതരണത്തിൽ മുടക്കം വരുത്തിയിട്ടില്ല. അതിനൊപ്പം തന്നെ അതിന് മുൻപുള്ള കുടിശ്ശികകൾ ഉണ്ടായിരുന്നു. അതിൽ ഒരു കുടിശ്ശിക കഴിഞ്ഞ ഓണത്തിന്റെ സമയത്ത് നൽകിയിരുന്നു. രണ്ടാമത്തെ കുടിശ്ശികയും കൂടി ചേർത്താണ് ഈ മാസം 2 ഗഡു പെൻഷൻ വിതരണം ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ധനവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് 1604 കോടി രൂപ അനുവദിച്ചു എന്നുള്ള കാര്യം ഇപ്പോൾ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വെള്ളിയാഴ്ച മുതലാണ് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നത്. 62 ലക്ഷത്തോളം പേർക്ക് ലഭിക്കുക 3200 രൂപ വീതമായിരിക്കും ലഭിക്കുക. ഇതിൽ നേരത്തെ തന്നെ സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്, കുടിശ്ശിക നൽകാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിലേക്ക് സംസ്ഥാനം പോയത് അത്രത്തോളം സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ഒരു സാഹചര്യത്തിലായിരുന്നു. പക്ഷേ ഈ സാമ്പത്തിക വർഷത്തിന്റെ തുടക്കം മുതൽ ഇതുവരെയായി ഒരു മാസം പോലും കുടിശ്ശിക ഉണ്ടായിട്ടില്ല. അതിന് മുൻപുള്ള കുടിശ്ശിക കൃത്യമായ രീതിയിൽ തന്നെ ഈ സാമ്പത്തിക വർഷത്തിലും അടുത്ത സാമ്പത്തിക വർഷത്തിലുമായി വിതരണം ചെയ്ത് പൂർത്തിയാക്കും എന്നുള്ള കാര്യം നേരത്തെ തന്നെ മുഖ്യമന്ത്രി അടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെതായിട്ടുള്ള നടപടികളിലേക്കാണ് കടക്കുന്നത്. ഏതായാലും ഈ വെള്ളിയാഴ്ച മുതൽ ലഭിക്കുമ്പോൾ ഏകദേശം 26.62 ലക്ഷം പേരുടെ അക്കൗണ്ടുകളിലാണ് തുകയെത്തുന്നത്. മറ്റുള്ളവർക്ക് നേരിട്ട്, അതായത് സഹകരണ സ്ഥാപനങ്ങൾ വഴി നേരിട്ട് വീടുകളിലേക്ക് ഈ തുക എത്തിക്കുന്നതായിരിക്കും. ഏതായാലും ഈ രീതിയിൽ കൃത്യമായ രീതിയിൽ ക്ഷേമ പെൻഷന്റെ വിതരണം അത് സർക്കാർ ഉറപ്പാക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കേണ്ടത്. അജിംഷാദ്, ഇതിനുവേണ്ടിയാണ് 1604 കോടി രൂപ അനുവദിക്കുന്നത് അല്ലേ? തീർച്ചയായും ഇതിനുവേണ്ടി തന്നെയാണ് 1604 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചിട്ടുള്ളത്. അതിൽ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ്. അതായത് ഈ ക്ഷേമ പെൻഷനിൽ ഏകദേശം കേന്ദ്രത്തിന്റെ ഒരു വിഹിതം കൂടി വരുന്നുണ്ട്. അതായത് 62 ലക്ഷം ഗുണഭോക്താക്കൾ ഉണ്ടെങ്കിൽ അതിൽ 6.8 ലക്ഷം പേർക്കാണ് ശരാശരി 300 രൂപ വീതം കേന്ദ്രത്തിന്റെ സഹായം ലഭിക്കുന്നത്. പക്ഷേ ഈ തുക അത് 2023 നവംബർ മുതൽ ഇതുവരെയായി നൽകിയിട്ടില്ല. അങ്ങനെ 419 കോടിയുടെ കുടിശ്ശിക നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ആ തുക കൂടി സംസ്ഥാന സർക്കാർ ഇട്ടുകൊണ്ട് കൃത്യമായ രീതിയിൽ സംസ്ഥാനത്ത് എല്ലാവർക്കും ഒരുപോലെ തന്നെ പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അജിംഷാദ്, തീർച്ചയായും. കാരണം ഒരാൾക്കപ്പോൾ 3200 രൂപ ലഭിക്കും. ഈ 2 ഗഡു കൂടി ചേർത്ത് 3200 രൂപയാണ് ഒരാൾക്ക് ലഭിക്കുന്നത് അല്ലേ? തീർച്ചയായും ഒരാൾക്ക് ലഭിക്കുക 3200 രൂപ വീതമായിരിക്കും. അതിൽ ഒന്ന് ഈ മാസത്തെ ക്ഷേമ പെൻഷനാണ്, മറ്റൊന്ന് കുടിശ്ശികയായിട്ടുള്ള തുകയാണ്. അപ്പോൾ ആ 2 മാസത്തേതും ചേർത്ത് 3200 രൂപ വീതമായിരിക്കും ഓരോ ഗുണഭോക്താവിനും നിലവിൽ ഈ വെള്ളിയാഴ്ച മുതൽ പെൻഷൻ ലഭിച്ചു തുടങ്ങുക. തീർച്ചയായും ഈ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ, അത് 1ാം പിണറായി സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ തന്നെ അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. കാരണം ഈ പല്ലാത്ത വയസ്സായവർ മോണകാട്ടി ആ പൈസ കാണുമ്പോൾ ചിരിക്കുന്നത്, അവർക്ക് ലഭിക്കുന്നത് കേവലം ആ അന്നത്തെ 1200 രൂപ അല്ലെങ്കിൽ ഇപ്പോഴത്തെ 1600 രൂപയല്ല, മറിച്ച് അവർക്ക് ലഭിക്കുന്നത് വലിയ അംഗീകാരമാണ്. അങ്ങനെ ഒരു ഈ സാമൂഹിക ക്ഷേമ പെൻഷനുകൾക്ക് അത്തരത്തിലൊരു മാനം കൂടിയുണ്ട്. അത് വെറും കേവലം നോട്ടുകളല്ല. അത് ലഭിക്കുമ്പോൾ ഒരാശ്രയവുമില്ലാതെ കുടുംബങ്ങളിൽ കഴിയുന്നവർ, നിരവധി പ്രശ്നങ്ങൾ കൊണ്ട് കഴിയുന്നവർ, വയസ്സായവർ, ഇവർക്കൊക്കെ ലഭിക്കുന്ന ഇത് സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന അംഗീകാരം കൂടിയാണ്. അതിനെയാണ് ഈ സർക്കാർ അസറ്റായി കാണുന്നത്. ഈ കേന്ദ്രം ഇത്രയേറെ ദുരിതങ്ങൾ വിതയ്ക്കുമ്പോഴും അർഹമായ തുകകൾ പോലും പിടിച്ചു വെച്ച് ഈ സംസ്ഥാനത്ത് ഞെരുക്കുമ്പോഴും വയറ് മുറുക്കി ഉടുത്താണ് ആ സാമൂഹ്യക്ഷേമ സംബന്ധിയായ കാര്യത്തെ ഒരു അസറ്റായി ഈ സർക്കാർ കാണുന്നത്. അത് അപൂർവങ്ങളിൽ അപൂർവമാണ് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ. ഷീജ.
തീർച്ചയായും അജിംഷാദ്, കാരണം കേന്ദ്രത്തിന്റെ നിലപാട് ഓരോ ഘട്ടത്തിലും നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഈ ക്ഷേമ പെൻഷൻ അടക്കം സംസ്ഥാനത്ത് വിതരണം ചെയ്തത് മുടക്കുവാൻ വേണ്ടി വലിയ തോതിലുള്ള ഇടപെടൽ കേന്ദ്ര സർക്കാർ നടത്തിയിരുന്നു. പക്ഷേ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടുള്ളൊരു മുന്നോട്ട് പോക്കാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. അത് നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിരുന്നു. മുഖ്യമന്ത്രി തന്നെ കൂട്ടിച്ചേർത്തിരുന്നു. ഏത് തരത്തിലുള്ള പ്രതിസന്ധിയിലൂടെ കടന്നുപോയാലും ഈ പാവപ്പെട്ടവർ, അതായത് സാധാരണക്കാരെ ഒപ്പം നിർത്തിക്കൊണ്ടുള്ള നടപടികളിൽ ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും സംസ്ഥാന സർക്കാർ വരുത്തുകയില്ല. എത്തിയത് അത് ഈ സാമ്പത്തിക വർഷത്തിന്റെ ആരംഭത്തിൽ മുതൽ ഇപ്പോൾ ഈ സാമ്പത്തിക വർഷം അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതിന്റെ അവസാനിക്കാനിരിക്കെ എല്ലാ മാസങ്ങളിലും കൃത്യമായി വിതരണം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതും ആ ഒരു മികവ് തന്നെയാണ്. ഏതായാലും അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി കുടുംബങ്ങളാണ്. കാരണം നമ്മൾ ഈ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ ആ കുടുംബങ്ങളിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർക്ക് ചിലപ്പോൾ ഈ ഒരു തുക ലഭിക്കുന്നത് കൊണ്ടായിരിക്കും അവർ മരുന്ന് വാങ്ങുന്നത്, അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് എന്തെങ്കിലും അവർക്ക് അത്രത്തോളം അത്യാവശ്യപ്പെട്ട സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അത്രത്തോളം വലിയ സഹായമാണ് ഈ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായ രീതിയിൽ വിതരണം ചെയ്യുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായാണ് മുന്നോട്ട് പോകുന്നത്. ശരി ഷീജ, എന്തായാലും ഒപ്പമുണ്ട് സർക്കാർ എന്നുള്ളത് തന്നെയാണ്. കാരണം 600 രൂപ പോലും മുടക്കിയ കാലം ഈ കേരളത്തിലുണ്ടായിരുന്നു. അപ്പോഴാണ് 1600 രൂപ, അത് 2 ഗഡു ചേർത്ത് 3200 രൂപ ഈ സർക്കാർ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടിലും സാമൂഹിക പെൻഷനായി അനുവദിക്കുന്നത്, അല്ലെങ്കിൽ അനുവദിച്ചത് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി എത്തുന്നത്. 1604 കോടി രൂപയാണ് അതിനായി അനുവദിച്ചതെന്ന് ധനകാര്യ മന്ത്രാലയം അറിയിക്കുന്നു. കേരളത്തിൻ്റെ സംസ്ഥാന ധനകാര്യ മന്ത്രാലയം അറിയിക്കുന്നു. ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ്, വിശദാംശങ്ങളാണ്. മാത്രമല്ല വെള്ളിയാഴ്ച മുതൽ ഇത് വിതരണവും ചെയ്തു തുടങ്ങും. അങ്ങനെ ഒരു ഇൻഫർമേഷൻ കൂടിയുണ്ട്. ഇതിൻ്റെ വിവരങ്ങളാണ് ഷീജ നൽകിയത്.